ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസമാണ്. നമ്മൾ രസപ്പൊടിയൊന്നും ചേർക്കാതെ നല്ല നാടൻ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ ഇതുവരെ രസം ഉണ്ടാക്കിയിട്ട് ശരിയായില്ലെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ രസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമുക്ക് നമ്മുടെ രസം ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം നമുക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ള പുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പുളി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയാണ്. ഇത് നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് കുതിർക്കാൻ വെക്കാം. ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ പുളി അത്യാവശ്യം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓരോരുത്തരുടെ കയ്യിലുള്ള പുളിക്ക് അനുസരിച്ച് ഇതിന്റെ അളവിൽ വ്യത്യാസം വരുവേ. ചില പുളിക്ക് നല്ല പുളിയായിരിക്കും, ചിലതിന് പുളി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇതിന്റെ അളവിൽ വ്യത്യാസം വരുത്തണം. രസത്തിന് ഒത്തിരി അങ്ങ് പുളിയുടെ ആവശ്യമില്ല. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ല പുളിയുണ്ട്, നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദാ പുളിയുടെ ടേസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തോരം ക്വാണ്ടിറ്റിയിൽ രസം വേണോ അതിനനുസരിച്ച് പുളി എടുക്കുക. അതേപോലെ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്. അതാണ് ഞാൻ കുറച്ച് വെള്ളം മാത്രം എടുത്തത്. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു 2 നുള്ള് ജീരകം. ജീരകം എന്ന് പറയുമ്പോൾ ക്യുമിൻ സീഡ്സ് ആണ്, ചെറിയ ജീരകം. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇതേപോലെ വട്ടത്തിൽ കനം കുറച്ചാണ് അരിഞ്ഞേക്കണത്, അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആവുന്നവരെ വഴറ്റി കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ ആയാൽ മതി. ഇപ്പോൾ അതാ നമ്മുടെ ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ട് കളർ ചേഞ്ചൊക്കെ ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 8-10 വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ചതച്ചെടുത്തതാണ്. ഈ വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ല് വരണവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം അത് ഒരു 10-30 സെക്കൻഡോളം ഒന്ന് ഇളക്കി കൊടുത്തു. വെളുത്തുള്ളിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ തക്കാളി ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്തതും അതേപോലെ തന്നെ 2 പച്ചമുളകും ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 3-4 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അടച്ചു വെച്ച് കൊടുക്കുവാണേ. തീ കുറച്ച് തന്നെ ഇടണം. ഇപ്പോൾ നോക്കി നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ തന്നെ പൊടിച്ച കുരുമുളകാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 നുള്ള് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം ഒന്ന് നന്നായിട്ട് മാറണം. അപ്പോൾ അതാ നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ.
ഇപ്പോൾ ഇതാ നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 നുള്ള ഉലുവാപ്പൊടി, അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ടേസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പോ പുളിയോ അതും അല്ലെങ്കിൽ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസപ്പൊടി ഒന്നും ചേർക്കാത്ത നാടൻ രസം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനും. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.